ഫതുഹുൽ മുബീൻ ക്ലാസ് നമ്പർ 38. നമുക്ക് ഇന്ന് ചർച്ചാ വിഷയം നാലാമത്തെ ഹദീസാണ്. നാലാമത്തെ ഹദീസിലെ ഉത്സാരം മറാഹിറു ഖൽഖിൽ ഇൻസാൻ വ തഖ്ദീർ റിസ്ഖിഹി വ അജലിഹി വ അമലിഹി. ഇതാണിപ്പോ ഈ നാലാമത്തെ ഹദീസിലെ ചർച്ചാ വിഷയം. അതിൽ പ്രതിപാദിക്കുന്ന വിഷയം ഇതാ, എന്ത്? മനുഷ്യന്റെ ഘട്ടം ഘട്ടമുള്ളതായിരിക്കുന്ന സൃഷ്ടിപ്പിന്റെ യാത്രകൾ. അള്ളാഹു അവന് ഭക്ഷണം കണക്കാക്കുന്നു, ഡേറ്റ് കണക്കാക്കുന്നു, അവന്റെ കർമ്മം കണക്കാക്കുന്നു. ഇതിനെക്കുറിച്ചാണ് ഈ ഹദീസിലെ ചർച്ച. ഏതാണ് ഹദീസ്? വായിക്കാം. عن أبي عبد الرحمن عبد الله بن مسعود رضي الله عنه قال حدثنا رسول الله صلى الله عليه وسلم وهو الصادق المصدوق. നബി സാദിഖും മസ്ദൂഖുമാണ്. ആ മഹാനായ നബി തങ്ങൾ ഞങ്ങൾക്ക് ഹദീസ് പറഞ്ഞു തന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അബി അബ്ദുറഹ്മാൻ എന്ന ഓമനപ്പേരുള്ള അബ്ദുള്ള എന്ന് പറയുന്ന മഹാനവറുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ന അഹദക്കും യുജ്മഉ ഖൽഖു ഫീ ബത്നി ഉമ്മി 40 യൗമൻ. നിശ്ചയമായിട്ടും നിങ്ങളിൽ നിന്ന് ഒരു വ്യക്തി അയാളുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ സൃഷ്ടിക്കുന്നത് 40 ദിവസമായിട്ട് ആ സൃഷ്ടിപ്പിലെന്താക്കുമെന്ന് അറിയാമോ? ഒരുമിച്ച് കൂട്ടപ്പെടുന്നുണ്ട്. സുമ്മ യകൂനു അലഖത്തും മിസ്ലദാലിക. പിന്നെ അതേപോലെ തന്നെ ഒരു 40 ദിവസം ആ മനിയ് മാറിയിട്ട് രക്തക്കട്ടയും മാറുന്നുണ്ട്. സുമ്മ യകൂനു മുളഅത്തും മിസ്ലദാലിക. പിന്നെ രക്തക്കട്ടയായതിന് ശേഷം പിന്നെ അതേ 40 ദിവസം എന്താകുന്നുണ്ട്? മുളഅത്തായി മാറും, മാംസപിണ്ഡമായി മാറുന്നു. അപ്പൊ ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് ഉപ്പയുടെ മുതുകിൽ നിന്ന് നിർഗളിക്കുന്ന ഇന്ദ്രിയബീജം ചെന്നാൽ 40 ദിവസത്തോളം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ മനിയായി നിൽക്കും. പിന്നെ ആ 40 ദിവസം കഴിഞ്ഞാൽ പിന്നത്തെ 40 ദിവസം രക്തക്കട്ട നിൽക്കുമ്പോൾ 2 ഘട്ടമായി 50 പിന്നെ അവിടുന്ന് പോകുന്നത് പിന്നെ മാംസപിണ്ഡമായി മാറും. അപ്പൊ അങ്ങനെ 12 കൂട്ടുമ്പോ എന്തായും ഒരു 4 മാസമാവും. സുമ്മ യുർസലു മലക്കു. പിന്നെ മലക്കിനെ അയക്കപ്പെടും. അപ്പൊ യൻഫുഖു ഫീഹി റൂഹ. പിന്നെ മലക്ക് ആ കുഞ്ഞിന് എന്താവും? റൂഹൂതും. വയുഅ്മറു ബി 4 കലിമാത്തിൻ. 4 കാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കപ്പെടുകയും ചെയ്യും. ഒന്നെങ്ങനെയാണ്? ബി കത്തിബി റിസ്ഖി. ഇയാൾക്ക് ദുനിയാവിൽ വന്നാൽ കിട്ടേണ്ട ഭക്ഷണം എന്താണ് അതാണ് നിശ്ചയിക്കും. വ അജലിഹി. അയാൾക്ക് ഇവിടെയുള്ള വാസത്തിന്റെ കണക്ക്. വ അമലിഹി. അയാൾ മരിക്കുന്നതിനിടയിൽ ചെയ്യുന്ന കർമ്മം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ സഖിയ്യും ഔ സഈദുൻ. അയാൾ പരാജയപ്പെട്ട ആളാണോ വിജയിച്ച ആളാണോ എന്നൊക്കെ തീരുമാനങ്ങൾ 4 കാര്യം ഒരു കുഞ്ഞിന്റെ ഘട്ടമാകുമ്പോഴേക്കും 4 മാസം ആകുമ്പോഴേക്കൊക്കെ ആയി അവിടുന്ന് റൂഹൂരി കണക്കാക്കുകയാണ്. അപ്പൊ വല്ലതി ലാ ഇലാഹ ഗൈറു. അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല. അങ്ങനത്തെ അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ഇന്ന അഹദക്കും യഅമലു ബി അമലി അഹ്ലിൽ ജന്ന. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ സ്വർഗാവകാശികൾ ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അയാൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ എത്ര ദൂരം ഉണ്ടാവുള്ളൂ? അത്താമ യകൂനു ബൈനഹു വ ബൈനഹ ഇല്ലാ ദിറാവ്. അയാളുടെയും സ്വർഗത്തിന്റെയും ഇടയിൽ ആകെ ഒരു അകലെ ഉണ്ടാവും, ഒരു മുഴം അകലെ ഉണ്ടാവുള്ളൂ. അത്രയും അടുത്തുകൊണ്ട് സ്വർഗത്തിന്റെ അമല ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ യസ്ബിഖു അലൈഹിൽ കിതാബ്. അള്ള കണക്കാക്കി വെച്ച കിതാബ് അയാളുടെ മേലിൽ മുൻകടക്കും. അങ്ങനെ മുൻകടന്നിട്ട് യഅമലു ബി അമലി അഹ്ലിൻ നാർ. നരകാവകാശികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മമാണ് അയാൾ ചെയ്യുക. അപ്പൊ യദ്ഖുലുഹ. അങ്ങനെ അയാൾ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. നഊദു ബില്ലാഹ്. കണ്ടോ? അള്ള അന്ന് തീരുമാനിച്ച് ഇയാൾ പരാജയപ്പെട്ട ഒരാളാണെന്ന് തീരുമാനിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിന് അയാൾക്ക് അപ്പുറത്ത് പോകാൻ കഴിയില്ല. എത്ര സ്വർഗത്തിലേക്ക് കടക്കാനുള്ള അടുത്തെത്തിയാൽ എത്ര അവർ ചെയ്താലും അള്ള തീരുമാനിച്ചു വെച്ച തീരുമാനം നരകാവകാശിയാണെങ്കിൽ ആ നരകത്തിലേക്കുള്ള അമൽ ചെയ്ത് നരകത്തിൽ പോകുമെന്നാണ്. റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമുക്ക് എങ്ങനെയാണ് വെച്ചിട്ടുള്ളത് പടച്ചു എന്നറിയാം. വഇന്ന അഹദക്കും ലയഅമലു ബി അമലി അഹ്ലിൻ നാർ. അതുപോലെ തന്നെ നിങ്ങൾ ഒരുവൻ അയാൾ എന്ത് ചെയ്യും? നരകക്കാര് ചെയ്യുന്ന അമല് മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കും. നരകത്തിൽ പോകേണ്ട അമല അയാൾ ചെയ്യുള്ളൂ. എത്രത്തോളം എന്ന് വെച്ചാൽ അത്താമ യകൂന ബൈനഹു ബൈനഹു ഇല്ലാ ദിറാഅൻ. നരകത്തിന്റെയും അയാൾക്കും ഇടയിൽ അകലം എത്രയുള്ളൂ? ഒരു മുഴമുള്ളൂ. അത്ര അടുത്ത് അടുത്തിട്ടുണ്ട് നരകത്തിൽ അവർ ചെയ്തിട്ട്. പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം അയാൾ നരകാവകാശിയല്ല. അപ്പൊ യസ്ബിഖു അലൈഹിൽ കിതാബ്. അപ്പൊ അള്ള തീരുമാനിച്ച തീരുമാനം അയാൾക്ക് എന്താ മുൻകടക്കും. അങ്ങനെ യഅമലു ബി അമലി അഹ്ലിൽ ജന്നത്തി വയദ്ഖുലുഹ. സ്വർഗക്കാർ ചെയ്യുന്ന കർമ്മങ്ങളെ കൊണ്ട് കർമ്മം ചെയ്ത് ആ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. ഇതാണ് ഇപ്പൊ അള്ളാഹു തആല 4-ാം മാസത്തിൽ എല്ലാം തീരുമാനിച്ചു എന്നാണ്.
അപ്പൊ നമ്മൾ റിസ്ക് തീരുമാനിച്ചു, അത് കഴിഞ്ഞ് നമ്മൾ യാത്രയാവും. നമുക്ക് ഡേറ്റും വെച്ചിട്ടുണ്ട്, അതുവരെ നമ്മൾ ജീവിക്കും. നമ്മൾ നരകത്തിന്റെ അവകാശിയാണോ സ്വർഗത്തിന്റെ അവകാശിയാണോ, അത് 4-ാം മാസത്തിൽ അള്ളാഹു തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് റബ്ബിനോട് ചോദിക്കാം, എങ്ങനെയാന്ന് പറയാൻ പറ്റുകയില്ല. സ്വർഗത്തിലേക്കുള്ള എല്ലാ അമലും ചെയ്തൊരു മനുഷ്യൻ നമ്മൾ പറയും അയാൾ സ്വർഗക്കാരനാണ്. പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനം ആൾ നരകത്തിലേക്കാണ് എങ്കിൽ ആ സ്വർഗത്തിന്റെ അമല് മാറി നിമിഷ നേരം കൊണ്ട് നരകത്തിലേക്കുള്ള അമൽ ചെയ്ത് നരകത്തിൽ പ്രവേശിക്കുന്ന സ്വർഗക്കാരനാണ് എന്ന അള്ളാഹുവിന്റെ തീരുമാനമാണ് എങ്കിൽ നരകത്തിൽ പോകേണ്ട ആൾക്കാർ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അയാൾ സ്വർഗത്തിലേക്ക് പോകേണ്ട വ്യക്തിയാണെങ്കിൽ അവസാന നിമിഷം സ്വർഗത്തിലേക്ക് പോകേണ്ട കർമ്മം ചെയ്ത് സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. ഇതാണ് ഈ ഹദീസിലെ സാരാംശം. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് റവാഹുൽ ബുഖാരി മുസ്ലിം മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇനി നമുക്ക് ഈ 4-ാമത്തെ ഹദീസിന്റെ ഉൾസാരം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന്റെ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കാം. അൻ നബി അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്നാണല്ലോ പറഞ്ഞത്. മൂപ്പരെ പരമ്പര ഇബ്നു വാഫിൽ ബിമുഅ്ജമ വഫായിൻ ഫ ഇബ്നു വാഫിൽ എന്ന് വായിക്കണം. ഇബ്നു വാഫിൽ ബിൻ ഹബീബിൽ ഹുദലി വഹുദൈൽ ബിൻ മുദ്രിക, ഇങ്ങനെയാണ്. ഫക്കാന അബൂഹു, മൂപ്പര പിതാവ് മസ്ഊദ് എന്ന ആള് ഹാരിം ബിൽ ജാഹിലിയ അബ്ദുൽ ഹാരിസ് ബിൻ സുഹറ എന്ന് വരുന്ന ഹാലിഫാണ്. അയാൾക്ക് ആ ഗോത്രത്തിലെ ഒരു പ്രതിനിധിയായിട്ട് നിൽക്കുന്ന ഒരു മഹാനായിരുന്നു മസ്ഊദ്. ഉമ്മുഹു, ഈ പറയുന്ന അബ്ദുല്ലാ തങ്ങളുടെ മാതാവ് ഉമ്മു ആബിദീൻ ഹുദലിയ്യത്തുന്നത്, ബാപ്പ ഹുദലിയാണ്, അതുപോലെ ഉമ്മയും ഹുദലി കുടുംബത്തിൽപ്പെട്ട ആളാണ്. ഉമ്മു ആബിദ് എന്ന പേര്. അസ്ലമ, നമ്മുടെ റാവിയായ അബ്ദുല്ലാ തങ്ങള് മുസ്ലിമായി. ഖദീമൻ, പണ്ട് തന്നെ. ബി മക്ക, മക്കയിൽ വെച്ചിട്ടാണ് ഇസ്ലാം മതം സ്വീകരിച്ചത്. സാദിസ സിത്തത്തിൻ, 6-ൽ 6-ാമത്തെ ആളായിട്ട്. 6 ആളാ വന്നത്, അതിൽ 6-ാമത്തെ ആളാണ് ഈ മഹാൻ. ലമ്മ മറ ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇതൊരു കഥ പറയാനുണ്ട്. മഹാനവറുകൾ ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് മഹാന്റെ ശീലം, ഒരിക്കൽ നിമിത്തങ്ങൾ ഈ പറയുന്ന അബ്ദുല്ലാ തങ്ങളുടെ അരികിലൂടെ നടന്നു. വനമൻ ഈ ഉഖബത്ത് ബിൻ അബി മുഅയ്ത്ത്, ഉഖബത്ത് ബിൻ അബി മുഅയ്ത്ത് എന്ന് പറയുന്ന ചങ്ങാതിക്കുള്ള ആടിനെ മേച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അബ്ദുല്ലാ തങ്ങൾ. അപ്പോഴാണ് നബി തങ്ങൾ അതുവഴി പോകുന്നത്. ഫഖാലഹു യാ ഗുലാം, ഗുലാമേ എന്ന് വിളിച്ചുകൊണ്ട് അബ്ദുല്ലാ തങ്ങളോട് നബി തങ്ങൾ ചോദിക്കുകയാണ്, ഹൽ മിൻ ലബൻ, ഈ കൂട്ടത്തിൽ വല്ല പാലുള്ള ആടുണ്ടോ എന്ന് ചോദിച്ചു. കാരണം അപ്പോൾ അബ്ദുല്ലാ തങ്ങൾ പറഞ്ഞു ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ വലാകിന്നി മുഅ്തമൻ, പക്ഷെ എനിക്ക് തരാൻ പറ്റില്ല, എന്നെ വിശ്വസിച്ചുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ടതല്ലേ ഈ ആടുകളെ, അപ്പൊ ഞാൻ അതിന് തന്നാൽ ഞാൻ എന്റെ യജമാനെ പറ്റിക്കുന്ന ആളായി മാറൂലേ, അത് പാടില്ല, ഞാൻ എന്നെ വിശ്വാസമായി ഏൽപ്പിക്കപ്പെട്ട ഒന്നാണെന്ന് പറഞ്ഞു. അപ്പൊ കാല നബി തങ്ങൾ ചോദിച്ചു, ഫഹൽ മിൻ ഷാത്തിൽ ലാ യൻസു അലൈഹിൽ ഫഹലു, കൂറ്റന്മാരുമായി ബന്ധപ്പെടാതെ ഗർഭിണിയാവാത്ത ആടുകൾ വല്ലതും ഉണ്ടോ? ഉണ്ട് പറഞ്ഞു. ഫഅതാബിഹ, അങ്ങനെ എന്നാ കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നു. ഫമസഅഹ, അങ്ങനെ നബി തങ്ങൾ അതിന്റെ അകിടിങ്ങനെ തടവി നോക്കുമ്പോ ഫനസല ലബൻ, പാലിങ്ങനെ ഇറങ്ങി വന്നു. ഫഹലബു ബി ഇനാഇൻ, നബി തങ്ങൾ ആ പാല് കറന്നു. അത് മുഅ്ജിസത്താണല്ലോ, പാല് കറന്നു. ഫശരിബ മിന്നു, അതിൽ നബി തങ്ങൾ കുടിച്ചു. വസഖ അബൂബക്കർ, കൂടെ അബൂബക്കർ റളിയല്ലാഹുവിനുണ്ട്, അബൂബക്കർ തങ്ങൾക്കും കൊടുത്തു. 2 ആളും കുടിച്ചു. സുമ്മ ഖാല ലിൽ ലർഇ, പിന്നെ പാല് കൊണ്ട് വീർത്തു നിൽക്കുന്ന പാലുള്ള ആടിനെ പോലെ നിൽക്കുന്ന അവിടാണ്. ആ അകിടിനോട് നബി തങ്ങൾ പറഞ്ഞു, അഖലിസ് ഫഖലസ, നീ വറ്റിക്കോ. അത് വറ്റിപ്പോയി ചെയ്തു, പഴയ അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു. ഇതൊരു സംഭവമുണ്ടായി. അബ്ദുല്ലാ തങ്ങളുടെ ആട് നിൽക്കുന്ന സന്ദർഭത്തിലുള്ള ഒരു കഥയാണ്. ثم هاجر إلى الحبشة ثم إلى المدينة وشهد بدرا وبيعة الرضوان والمشاهد كلها. അബ്ദുല്ലാ തങ്ങൾ അബിഷയിലേക്ക് അഥവാ എത്യോപ്യയിലേക്ക് പലായനം ചെയ്തിട്ടുണ്ട്. പിന്നെ മദീനയിലേക്കും പോയിട്ടുണ്ട്. ബദറിൽ പങ്കെടുത്തിട്ടുണ്ട്. ബൈഅത്തുൽ റിദ്വാനിലും പങ്കെടുത്തിട്ടുണ്ട്. യുദ്ധങ്ങളായി പങ്കെടുക്കേണ്ട ഏതെല്ലാം സ്ഥലങ്ങളുണ്ട് അവിടൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. വസല്ല ഇലൽ ഖിബ്ലത്തൈനി, ബൈത്തുൽ മുഖദ്ദസിലേക്കും കഅബയിലേക്കും തിരിഞ്ഞ് നിസ്കരിച്ചിട്ടുണ്ട്. അത് 2 ഖിബില. ആ 2 ഖിബിലയിലേക്കും നിസ്കരിക്കാൻ ഭാഗ്യം ലഭിച്ച മഹാനാണ്. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലമ, എന്നാൽ ഈ അബ്ദുല്ലാ എന്ന് പറയുന്ന മഹാനെ
നബി തങ്ങൾ യുക്കിരിമു വല്ലാതെ ആദരിക്കുമായിരുന്നു. വയുദീഹി നബിനെ കൊള്ള അടുപ്പിക്കുമായിരുന്നു. വലാ യഅ്ജുബുഹു നബി ഒരിക്കലും അദ്ദേഹത്തെ മറഞ്ഞു പോവാറില്ല, നബിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഫലിദാലിക അകാരണം കൊണ്ട് കാന ഗസീറുൽ വുലൂജി അലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിന്റെ അടുത്തേക്ക് എപ്പോഴും വരാനും പ്രവേശിക്കുവാനും പ്രമോഷൻ കിട്ടിയ മഹാനായിരുന്നു മൂപ്പര്. വയംഷി അമാമഹു വമഅഹു നബിന്റെ കൂടെ നടക്കും, നബിന്റെ മുന്നിൽ നടക്കും. വയസ്തുർഹു ഇദാ ഇത്തസല നബി തങ്ങൾ കുളിക്കുകയാണെങ്കിൽ നബിക്ക് മറയായി നിൽക്കും. വയൂഖിദുഹു ഇദാ നാമ നബി ഉറങ്ങുകയാണെങ്കിൽ ഉണർത്താനുള്ള അധികാരം മൂപ്പർക്കുണ്ട്. വയുൽബിസൂന അലൈഹി ഇദാ ഖാമ നബി തങ്ങൾ ചെരിപ്പിടാൻ വേണ്ടി എണീക്കുമ്പോൾ നബി തങ്ങൾക്കുള്ള പാദരസ ധരിപ്പിക്കുന്ന മഹാനാണ്. ഫൈദ ജലസ അങ്ങനെ നബി തങ്ങൾ ഇരുന്നാൽ അദ്ഖലഹുമാ ഫീ ദിറാഇഹി ആ രണ്ട് ചെരുപ്പ് തന്റെ മുഴം കൈയുമായിട്ട് വെക്കും, തന്റെ കയ്യിൽ ഉൾപ്പെടുത്തും, അതായത് പിടിക്കുന്ന അർത്ഥം. വകാന മശ്ഹൂറൻ ബൈന സ്വഹാബത്തി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് തങ്ങൾ സ്വഹാബാക്കൾക്കിടയിൽ പ്രചാരമുള്ളൊരു വ്യക്തിയായിരുന്നു. എന്തുകൊണ്ട്? ബി അന്നഹു സാഹിബു സിദ്ദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ. വസിവാക്കിഹി നബിയുടെ മിസ്വാക്ക് പിടിക്കുന്ന ആള്. വനഇലൈഹി നബി തങ്ങളുടെ പാദരക്ഷ പിടിക്കുന്ന ആള്. വതഹൂരിഹി ബിസ്സഫർ യാത്ര പോകുമ്പോൾ നബിക്കുള്ള ശുദ്ധീകരണത്തിന്റെ വെള്ളം പിടിക്കുന്ന ആള് എന്നീ നിലപാടിലൂടെയൊക്കെ പേരെടുത്ത മഹാനായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങൾ. വബശ്ശറഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ജന്നത്തി സ്വർഗം കൊണ്ട് സന്തോഷം വാർത്ത നൽകപ്പെട്ട ഒരു കൂട്ടത്തിൽപ്പെട്ട മഹാനാണ്. അപ്പൊ അബ്ദുല്ലാഹ് തങ്ങൾക്കും സ്വർഗം കൊണ്ട് നബി തങ്ങൾ സന്തോഷ വാർത്ത നൽകിയിട്ടുണ്ട്. വഖാല നബി തങ്ങൾ പറയുന്നു, റളിയതു ലി ഉമ്മത്തി മാ റളിയ ലഹ ബിൻ ഉമ്മി അബ്ദ് വസഖത്തു ലഹ മാ സഖത ലഹ ഇബ്നു ഉമ്മി അബ്ദ് വസഖത്തു ലഹ മാ സഖത ലഹ ഇബ്നു ഉമ്മി അബ്ദ്. ഉമ്മു അബ്ദിന്റെ പുത്രൻ ഈ സമുദായത്തിന് ദേഷ്യപ്പെട്ടതെന്തോ അതൊക്കെ ഞാൻ ദേഷ്യപ്പെട്ടു. ഈ സമുദായത്തിന് വേണ്ടിയിട്ട് ഇബ്നു ഉമ്മു അബ്ദ് എന്താണ് ഇഷ്ടപ്പെട്ടത് അത് ഞാൻ ഇഷ്ടപ്പെട്ടു. അത്രത്തോളം ചേർത്തി പറയുവാൻ സ്ഥാനം ലഭിച്ച മഹാനാണ് ഈ പറയുന്ന അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് തങ്ങൾ. നബിയാണല്ലോ പറയുന്നത്. വകാന ശബീഹൻ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സമതിഹി വഅദിഹി വദൈബിഹി നബിയുടെ നടപടിക്രമങ്ങളിലും നബിയുടെ സ്വഭാവത്തിലും നബിയുടെ ഹിദായത്ത് കിട്ടിയതിലൊക്കെ നബിയെപ്പോലെ തന്നെയായിരുന്നു അബ്ദുല്ലാഹ് തങ്ങൾ. വകാന ഖഫീഫൽ ലഹമി ശദീദൽ ലുദ്മ നഹീഫൻ ഖസീറൻ ജിദ്ദൻ നഹ്വ ദിറായി ഏകദേശം ഒരു മുഴം വലിപ്പമുള്ളൂ, വളരെ പൊക്കം കുറഞ്ഞൊരു മഹാൻ, മെലിഞ്ഞ മാംസം കട്ടി കുറഞ്ഞ തടിപ്പില്ലാത്ത മഹാനായിരുന്നു. രക്തവർണ്ണം നല്ലോണ്ട്. വലമ്മാ ലഹിക സ്വഹാബത്തു റളിയല്ലാഹു അൻഹും മിൻ ദിഖത്തി റിജൈഹി നമ്മളെ കൂട്ടത്തില് പൊക്കം കുറഞ്ഞ ഒരാളെ കാണുമ്പോ കാലിന്റെ വണ്ണം കുറിപ്പിൽ എന്തെങ്കിലും ന്യൂനത കാണുമ്പോ ആ ന്യൂനത വെച്ചിട്ട് നമുക്ക് ചിരിയൊക്കെ വരും. എന്നതുപോലെ സ്വഹാബാക്കൾ മഹാനവറുകളെ കണ്ടപ്പോ രണ്ട് കാലിന്റെ കട്ടിക്കുറവുണ്ട്, വണ്ണല്ലാത്ത കാലല്ലേ, അത് കണ്ടപ്പോ സ്വഹാബാക്കൾ ചിരിച്ചു. ഈ ചിരി നബി തങ്ങൾ കണ്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സ്വഹാബാക്കളുടെ ചിരി അവിടെ നിർത്തി നബി. അവരെ ആക്ഷേപിച്ചതൊന്നുമില്ല. ചിരിച്ച കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ആ ചിരി നിർത്താനുള്ള മാർഗം നബി തങ്ങൾ കൊടുത്തത് എന്താ പറഞ്ഞത് അറിയോ? ലാ റിജ്ലി അബ്ദില്ലാ ഫിൽ മീസാനി അസ്ഖലു മിൻ ഉഹദ് എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. അബ്ദുല്ലാഹ് തങ്ങളുടെ കാല് നാളെ പാരത്രിക ലോകത്ത് വരുമ്പോ തുലാസിട്ട് തൂക്കുമ്പോ ഉഹദ് പർവ്വതം എത്രണ്ട് വലിപ്പം കനം, അതിനേക്കാൾ ഭാരമുണ്ടാകുന്ന. അപ്പൊ ഇവിടെ മെലിഞ്ഞ കാല് നോക്കണ്ട, നിങ്ങളെക്കായൊക്കെ നല്ല ഭാരം കൂടിയ കാലിന്റെ മുപ്പര കാല് എന്ന് നിമിത്തങ്ങൾ അവിടെ പറഞ്ഞു കൊടുത്തു എന്നർത്ഥം. പൊക്കം കുറഞ്ഞ ആളാ. അപ്പൊ ന്യൂനതയൊന്നും ഇസ്ലാമിൽ എന്തില്ല, അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഈമാനുണ്ടോ, തഖ്വയുണ്ടോ, ഭക്തിയുണ്ടോ, അതാണ് മർമ്മപ്രധാനം. അതാണ് ഇസ്ലാമിന്റെ ക്രെഡിറ്റും. അല്ലാതെ വലിപ്പം വികലാംഗം നോക്കി വികലാംഗ പെൻഷൻ കൊടുക്കലോ അല്ലെങ്കിൽ വികലാംഗനെ പരിഗണിച്ചിട്ടുള്ള മറ്റെന്തെങ്കിലും കൊടുക്കലൊന്നും അല്ല ഇസ്ലാമിലുള്ളത്. ഇസ്ലാമിൽ എല്ലാവർക്കും ഒരേ ഒരൊറ്റ നിലപാടാണ്. വലിയ ഖളാൽ കൂഫ വ മാനഹ ഫീ ഖിലാഫത്തി ഉമറ റളിയല്ലാഹു അൻഹു വ സദറ മിൻ ഖിലാഫത്തി ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്തും അത് കഴിഞ്ഞിട്ട് പിന്നെ ഉസ്മാൻ എന്നവരല്ല വരുന്നത്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണ ആരംഭത്തിലും
കൂഫയിലെ വിധികർത്താവും അവിടെയുള്ള സമ്പത്തിന്റെ കൈകാര്യക്കാരനുമായിരുന്നു ഈ പറയപ്പെട്ട നമ്മുടെ കഥാപുരുഷൻ. അങ്ങനെ സുമ്മ റജഅ ഇലൽ മദീനത്തി, പിന്നീട് മഹാനവർ മദീനയിലേക്ക് മടങ്ങി. അപ്പൊ മാത്തബിക മദീനയിൽ വെച്ച് മരിക്കുകയും ചെയ്തു. വക്കീല പറയപ്പെടുന്നുണ്ട് ബിൽ കൂഫ, കൂഫയിലാണ് മരിച്ചതെന്ന്. സനത്തൈനിവ സലാസീന അംബിദിമ സിത്തീന സന, അറുപച്ചില്ലാം വയസ്സായിട്ടുണ്ടാവും. ഈ അറുപച്ചില്ലാം വയസ്സായപ്പോൾ 32ാമത്തെ വർഷത്തിലാണ് മരണം. അപ്പൊ സല്ല അലൈഹി സുബൈറു ലൈലൻ, സുബൈർ റളിയല്ലാഹു അൻഹുവാണ് ബഹുമാനപ്പെട്ടവരുടെ ജനാസ നിസ്കരിച്ച രാത്രിയിൽ. വദഫനഹു ബിൽ ബഖീ ബിഈസാഇഹി ലഹു ബിദാലിക, സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് അബ്ദുള്ള തങ്ങൾ പറഞ്ഞു ബഖീലായിരിക്കണം മറമാടേണ്ടത് എന്ന്. ആ വസിയത്ത് പ്രകാരം മറമാടുകയും ചെയ്തു. എന്തുകൊണ്ടെന്നാൽ ലി കൗനിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഖദ് ആഖാ ബൈനഹുമ, സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് ഈ വസിയത്ത് ചെയ്യാൻ കാരണം അബ്ദുള്ള തങ്ങൾ സുബൈർ റളിയല്ലാഹു തങ്ങൾ ഈ രണ്ടു പേർക്കിടയിലും റസൂലുള്ള സാഹോദര്യത്വം പ്രഖ്യാപിച്ച വ്യക്തിയായതുകൊണ്ടാണത്. അതേ നിലപാട് തന്നെ പോയി. ഇങ്ങനെയുള്ള ഈ മഹാൻ എത്ര ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മനസ്സിലാക്കണ്ടേ. റബിയലുഹു സമാനു മിഅത്തി ഹദീസിൻ വ സമാനിയത്തും വഅർബഊന, 848 ഹദീസ് മഹാനവറുകളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അഖ്റജ മിൻഹ അർബഅത വസിത്തീന, ഈ 848 ഹദീസിൽ 64 ഹദീസ് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വംഫറദൽ ബുഖാരിയു ബി അഹദിൻ വഇശ്രീന, 21 ഹദീസ് ബുഖാരി ഇമാം തനിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അബ്ദുള്ള തങ്ങളെ തൊട്ട്. മുസ്ലിമുൻ ബി 35 മുസ്ലിം റളിയല്ലാഹു അൻഹു തനിച്ച് 35 ഹദീസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്രയും വലിയ ഒരു പ്രമുഖ സഹാബിയാണ് മഹാൻ. റവാ അൻഹുൽ ഖുലഫാഉൽ അർബഅ വകസീറൂന മിന സ്വഹാബത്തി വമൻ ബഅദഹും റളിയല്ലാഹു തആല അൻഹും. അബ്ദുള്ള തങ്ങളെ തൊട്ട് 4 ഖലീഫമാരും സ്വഹാബാക്കളിൽ അധിക പേരും സ്വഹാബാക്കൾക്ക് ശേഷമുള്ള താബിഊകളും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്തരം റിപ്പോർട്ടിന് അർഹനായ യോഗ്യനായ മഹാനാണ് അബ്ദുള്ള തങ്ങൾ. ഈ എല്ലാം സ്റ്റാൻഡേർഡ് എത്തിയ മഹാനാണ് ഈ ഹദീസ് പറഞ്ഞത് എന്നർത്ഥം. ഹദ്ദസന, അവിടെ ഹദ്ദസന എന്നാണല്ലോ അബ്ദുള്ള തങ്ങൾ നബിയെ തൊട്ട് പറഞ്ഞത്. ഈ ഹദ്ദസനയുടെ ഉപയോഗത്തിൽ അർത്ഥം മനസ്സിലാക്കുക. അൻസഅലന ഖബറൻ ഹാദിസ, ഒരു പുതിയതായിരിക്കുന്ന ഒരു വിവരണം നബി തങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാക്കിയതിനർത്ഥം. വഹാദ, ഈ പറഞ്ഞത് അസ്ൽ, അടിസ്ഥാനം അങ്ങനെയാണ്. ലിമസ്തഅമലഹുൽ മുഹദ്ദിസൂന, ഹദീസിന്റെ പണ്ഡിതന്മാർ ഉപയോഗിക്കുന്ന ഒന്നിന്റെ അസ്ൽ ഇത് തന്നെയാണ്. അതെന്തിനാലാണ്? മിൻ അന്ന ഹദ്ദസന, ഹദ്ദസന എന്നത് ലിമാ സമിഅ മിന ശൈഖി, ലിമാ സുമിഅ മിന ശൈഖി, ഷെയ്ഖിൽ നിന്ന് കേട്ടത് എന്താണോ ആ ഒന്നിനു വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് ഹദ്ദസന. അപ്പൊ ഷെയ്ഖ് നേരെ കേൾക്കുമ്പോൾ ഹദ്ദസന എന്ന് പറയാം. അഖ്ബറന എന്ന ഉപയോഗം ലിമാ ഖുരിഅ അലൈഹി, ഷെയ്ഖിന്റെ മേൽ ഓതപ്പെട്ടുണ്ടെങ്കിൽ ഷെയ്ഖിന്റെ മേൽ അവിടെ ഓതിക്കൊടുത്തു, അങ്ങനെ ഓതിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അഖ്ബറന എന്ന് ഉപയോഗിക്കും. അംബഅന എന്ന് പറയുന്ന അമ്മ അജാദഹു, അത് അനുമതി കൊടുത്താൽ, നീ പറഞ്ഞോ എന്നൊരു അനുമതി കൊടുത്താൽ അംബഅന. ഷെയ്ഖിന്റെ മേൽ ഓതി കൊടുത്താൽ അഖ്ബറന, ഷെയ്ഖിന് കേട്ടാൽ ഹദ്ദസന. അപ്പൊ അബ്ദുള്ള തങ്ങൾ നബി തങ്ങൾ നേരെ കേട്ടു, ആ കേട്ടോടത്ത് ഹദ്ദസന എന്ന് ഉപയോഗിച്ചു. ഈ ഹദ്ദസന എന്ന് ഉപയോഗിച്ച ഈ ഉപയോഗമാണ് മുഹദ്ദിസുകളുടെ ഇസ്തിലാഹ് പ്രകാരം ഹദ്ദസന, അഖ്ബറന, അംബഅന എന്നൊക്കെ ഉപയോഗിക്കുന്ന മാനദണ്ഡം കിട്ടിയത്. അതിന് ഖിലാഫ് വിദാലിക, ആ വിഷയത്തിൽ അഭിപ്രായങ്ങളുണ്ട് ധാരാളം. അതാണ് നിൽക്കേണ്ടവിടെ താഴെ കൊടുത്തിട്ടുമുണ്ട്. അത് വിശദീകരിക്കുന്നില്ല, കിതാബിന്റെ താഴെ വരി നോക്കിയാൽ മതി, അടിവരട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്നല്ലേ, ഹുവ സാദിഖുൽ മസ്ദൂഖ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് സാദിഖ്, എന്താണ് മസ്ദൂഖ്? ഫീ ജമീഇ മാ യഖൂലു, നബി തങ്ങൾ പറയുന്ന മുഴുവനും സത്യവാന നബി. കാരണം ഇത് ഹുവൽ ഹഖ്ഖുസ് സിദ്ഖുൽ മുതാബിഖുൽ വാഖി, യഥാർത്ഥം എന്താണോ അതിനോട് യോജിക്കുന്നൊരു സത്യമുള്ള ഹഖ്. അതുകൊണ്ട് തന്നെയാണ് മുത്തുനബി തങ്ങൾ യഥാർത്ഥത്തിനോട് യോജിക്കുന്ന വിധത്തിലുള്ള സത്യം പറയുന്ന സത്യമാണ്. അപ്പൊ പറയുന്ന എല്ലാത്തിനും നബി സത്യവാനാണ് എന്ന് കിട്ടി. അൽ മസ്ദൂഖ്, മസ്ദൂഖ് എന്ന് പറഞ്ഞാൽ ബീമാ ഊഹിയ ഇലൈഹി, നബി തങ്ങളിലേക്ക് ദിവ്യത്വം നൽകപ്പെട്ട കാര്യത്തിൽ മസ്ദൂഖാണ് നബി എന്നർത്ഥം. അങ്ങനെയാണ് സാദിഖും മസ്ദൂഖും തമ്മിലുള്ള വൈരുദ്ധ്യം മനസ്സിലാക്കേണ്ടത്.
രണ്ടും ഒന്നല്ല. കാരണം അന്നൽ മലക്ക യഅ്തി ബിസ്സിദ്ഖി, സത്യവുമായി കൊണ്ടാണ് നബിന്റെ അടുത്തേക്ക് മലക്ക് വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി അല്ലാഹു സുബ്ഹാനഹു വ തആല യസ്ദഖു ബിമാ വഅദഹു ബിഹി, നബി തങ്ങളോട് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ വാഗ്ദാനത്തിൽ നബിനോട് അല്ലാഹു തആല സത്യം പറയുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ മസ്ദൂഖാൻ നബി. പിന്നെ വൽ ജംഉ ബൈനഹുമാ സാദിഖും മസ്ദൂഖും, ഇത് രണ്ടും കൂട്ടി പറഞ്ഞത് എന്തിനാ? അത് രണ്ടിന്റെ തേക്കിതിന് വേണ്ടിയിട്ടാണ്. തേക്കിതിന് വേണ്ടി കൊടുത്തത്. സാദിഖ് എന്താന്ന് പറഞ്ഞാൽ മസ്ദൂഖ് കിട്ടും, മസ്ദൂഖ് എന്ന് പറഞ്ഞാൽ സാദിഖും കിട്ടും. എന്നിരിക്കെ രണ്ടും കൂട്ടി പറഞ്ഞത് തേക്കിതിനാണ്. ഇത് യൽസമിൽ അഹദിഹിമാൽ ആഖറു, സാദിഖ് പറഞ്ഞാൽ മസ്ദൂഖ്, മസ്ദൂഖ് പറഞ്ഞാൽ സാദിഖ് ലാസിമാണല്ലോ. എന്നാൽ അക്സുദാലിക്ക, ഈ സാദിഖ് മസ്ദൂഖിന് നേരെ എതിരായിട്ടുണ്ട്. ആര്? ഇബ്നു സിയാദ്. ഇബ്നു സിയാദ് നേരെ എതിരാ. ബഹുവ ഇബ്നു സിയാദിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാദിബും മക്ദൂബ് എന്ന് പറയും. അയാൾ പറയുന്ന എല്ലാ വാക്കിനും കളവാണ്. അയാളിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞതും അതും കളവാണ്. അവൻ സമ്മ, അക്കാരണം കൊണ്ട് ലമ്മ ഖാല ലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഈ പറയുന്ന ഇബ്നു സിയാദ് നബി തങ്ങളോട് പറഞ്ഞപ്പോൾ എന്ത്? യഅ്തീനി സാദിഖും വകാദിബുൻ എന്ന് പറഞ്ഞു. എന്റെ അടുക്കൽ സാദിഖും വരുന്നുണ്ട്, കാദിബും വരുന്നുണ്ട് എന്ന് പറഞ്ഞു. വഅറാ അർശനൽ മായി, വെള്ളത്തിന്റെ മുകളിൽ ഞാൻ അർശനെ കാണുന്നുമുണ്ട് എന്ന് ഇബ്നു സിയാദ് നബി തങ്ങളോട് പറഞ്ഞപ്പോൾ ഖാല ലഹു, ഇബ്നു സയ്യാദിനോട് ഇബ്നു സയ്യാദിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖുല്ലിത അലൈക, നിന്റെ മേൽ തഖ്രീത്താക്കപ്പെട്ടിട്ടുണ്ടോ, നീ എന്തൊക്കെയോ വിളിച്ചു കൂവുകയാണ്, അടിസ്ഥാനം അതിലൊന്നുമില്ല, ഒക്കെ കളവ് കൂട്ടിച്ചേർത്ത് പറയാണല്ലോ എന്ന് നബി തങ്ങൾ പറഞ്ഞു. അതാണ് കാദിബും മക്ദൂബ് എന്ന് പറയുക. ഇബ്നു സയ്യാദും ഇബ്നു സിയാദും എന്നും വായിക്കാം. ഇന്ന, ഇവിടെ ഇന്ന എന്ന് പറയാൻ കാരണം അതിന്റെ ലബത്ത് പറയുമ്പോൾ കെസിൽ ഹംസത്തി, ഹംസക്ക് കെസിൽ കൊടുത്ത് ഇന്ന അന്നല്ല. അതെങ്ങനെയാ? അലാ ഹിക്കായത്ത് ലഫ്ളി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങൾ പറഞ്ഞ അതേ ലഫ്ള് കൊണ്ട് ഹിക്കായത്ത് ചെയ്യുമ്പോൾ അവിടെ ഇന്നതാണ് അത് ഉപയോഗിച്ചു. അഹദക്കും എന്നുള്ളടത്ത് കും എന്ന് പറഞ്ഞാൽ അർത്ഥം ഐ മഅശറ ബനി ആദം, ബനി ആദമേ, സ്വഹാബത്തിനോടല്ല മൊത്തം മനുഷ്യരോടാണ്. മനുഷ്യ മക്കളെ കൂട്ടമേ നിങ്ങൾ ഒരുവൻ. ഇവിടെ അഹദി എന്നുള്ളത് ഉന ബിമാന വാഹിദൻ, ഒരാള് എന്ന അർത്ഥത്തിലാണ്. ലാ ബിമാന അഹദ്, അഹദിന്റെ അർത്ഥമല്ല. അല്ലത്തി, എങ്ങനത്തെ അഹദ്? ഉമൂമിന് വരുന്നൊരു അഹദുണ്ട്, ആ അഹദിന്റെ അർത്ഥമല്ല ഇവിടുത്തെ അഹദ്, വാഹിദിന്റെ അർത്ഥമാണ്. കാരണം അന്നത്തിൽക്ക നിശ്ചയമായിട്ടും ഉമൂമിന് വരുന്ന അഹദ് ലാ തുസ്തഅമലു ഇല്ലാ ബിൻ നഫി, ഒരു നഫി വേണം. ആ നഫീന്റെ വാക്കിലായിട്ടാണ് എന്ത് ചെയ്യുക? അഹദ് ഉപയോഗിക്കപ്പെടുകയുള്ളൂ. ആ ഇവിടുത്തെ അഹദ് അങ്ങനല്ല. അഹദ ബിദ്ദാരി കണ്ടോ, ലാ എന്നിട്ട് അഹദാന്ന് പറഞ്ഞു, ഫിദ്ദാരി എന്നും പറഞ്ഞു. അപ്പൊ അതെന്ത് മനസ്സിലാക്കാം? ഈ അഹദിന്റെ വാഹിദിന്റെ അർത്ഥമാണ്. അസിലുഹു, അഹദ് എന്നതിന്റെ അസില് വഹദി എന്നാണ്. കൊലിബത്ത് വാബു, അതിലുള്ള വാവിനെ മറിക്കപ്പെട്ടു. അൽ മഫ്തുവത്ത്, പത്താക്കപ്പെട്ടതല്ല വാ, അതിനെ മറിക്കപ്പെട്ടു. ഹംസത്തൻ, ഹംസയായിട്ട് മറിച്ചു. എന്നിട്ട് ഹംസയായിട്ട് മറിച്ചിട്ട് അഹദ് എന്ന് പറഞ്ഞു. അലാ ഒരു ഖിയാസിൻ, അത് ഖിയാസ് അടിസ്ഥാനത്തിലല്ല, നേരെ എതിരായിട്ടാ. എന്തുകൊണ്ട്? ഹിഫത്തി, അതാണ് ലഘു, അതുകൊണ്ടാണ്. ഖിലാഫിൽ മളമുമത്തി, നൊമ്മാക്കപ്പെട്ടിട്ട് വഹദ് എന്ന് പറയുന്നതിനേക്കാൾ പറയുന്നതിനെതിരെ. ഏതുപോലെ ഉജൂഹ് ഫൈനു മക്കീസും, നൊമ്പ് പുറത്ത് പറയുമ്പോൾ എന്താണ്? ഖിയാസാക്കപ്പെട്ടതാണ്. അത് വരുമ്പോൾ സിഖലിഹ, അത് നല്ല ഭാരം ഉണ്ടാവും. ഇവൽ മക്സൂറത്തു, കെസ്റെടുത്തിട്ട് പറയുന്നുണ്ട്. ഇസാദത്ത് അങ്ങനെയും പറയുന്നുണ്ട്. ഫൈന വക്കീല, പറയപ്പെട്ടിട്ടുണ്ട് സമായിയാണ് എന്ന് പറയുന്നുണ്ട്. വക്കീല ഖിയാസിയാണെന്നും പറയുന്നുണ്ട്. എന്തിനെ കുറിച്ച്? ഇഹദ്, അഹദ്, ഉഹദ്, ഇഹദ്. ഇഹദ് പറയുമ്പോൾ സമായിയാവും, ഖിയാസിയാവാണ്. ഇനി യുജ്മയുടെ അർത്ഥം എന്താ അറിയാം? അത് ഹദീസിലേക്ക് പ്രവേശിക്കാം. യുജ്മയുടെ അർത്ഥം യുനബ്ബു വയുഫദ്, കൂട്ടപ്പെടും, സൂക്ഷിക്കപ്പെടും. ആ ഒരു മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ, ഐ മാദ്ദത്തു ഖൽഖിഹി, അവന്റെ സൃഷ്ടിപ്പിന്റെ ആ സത്തയെ, വഹുവ, ഏതാണ് ആ സത്ത? അൽ മാഉല്ലദീ യുഖ്ലഖു മിൻഹു, അവനെ സൃഷ്ടിക്കപ്പെടുന്ന വെള്ളം. ഫീ ബാത്തിനി, ഐ റഹ്മുന, ഉദ്ദേശം.
ഉമ്മി അവന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. 40 യൗമൻ 40 ദിവസം. ഹാല കൗനി നുതുബത്തൻ അത് തന്നെ ഇന്ദ്രിയ ബീജമായ നിലയിൽ 40 ദിവസം അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടും. അപ്പൊ ഇന്ദ്രിയമായിട്ട് 40 ദിവസം അവിടെ നിൽക്കും. ഏത് ആ പറയുന്ന ഉമ്മാന്റെ ഗർഭപാത്രത്തിലേക്ക് പോയ ഇന്ദ്രിയ ബീജം 40 ദിവസം എന്തായിട്ട് നിൽക്കും? അവിടെ നുതുബത്തായിട്ട് നിൽക്കും. ഐ മനീയൻ ബി മുദ്ദത്തിൽ 40 എന്നർത്ഥം. 40 ദിവസം സമയത്തിൽ മനീയായിട്ട് നിൽക്കും. ഫജമഉ ഫീക പിന്നെ ആ ഗർഭപാത്രത്തിൽ തന്നെ ആ മനീനെ അള്ളാഹ് ഒരുമിച്ച് കൂട്ടും. മുഖ്സുഫിർ റഹമി അങ്ങനെ ആ റഹമിൽ അതിന്റെ താമസം യതഖമ്മറു അതിങ്ങനെ മൂടിക്കിടക്കും. അത്താ യതഹയ്യൽ ഖൽഖി സൃഷ്ടിപ്പിലേക്ക് ഒരുങ്ങി തയ്യാറാം ആ വിധം അവിടെ മറഞ്ഞു നിൽക്കും. ഔന്നുമ്മ അല്ലെങ്കിൽ അർത്ഥം എന്താ? മനീനെ കൂട്ടപ്പെട്ടു. മുത്തഫർരിഖു മനിയിൽ നിന്ന് വിട്ടുപിരിഞ്ഞു കിടക്കുന്ന മനികളൊക്കെ ഒരുമിച്ച് കൂട്ടപ്പെട്ടു അർത്ഥമുണ്ട്. കാരണം അന്നൽ മനിയ നിശ്ചയമായിട്ടും ഈ ബീജം യഖൂബിർ റഹമി ഗർഭപാത്രത്തിലേക്ക് സംഭവിക്കുക ആജിഹി ആ മനിയുടെ ഇളകി പുറപ്പെടുന്ന സമയത്ത് ബിൽ ഖുവ്വത്തി ശഹ്വാനിയ അദ്ദാഫിഅത്തി മുതഫർരിഖൻ ഒറ്റയടിക്ക് നല്ല വികാരത്തോടുകൂടെ ശക്തിയോടുകൂടി ആ മനി ഗർഭപാത്രത്തിലേക്കുള്ള ചിന്തൽ ഘട്ടം ഘട്ടമായിക്കൊണ്ടാണല്ലോ വിട്ടുപിരിഞ്ഞിട്ടാണ് സംഭവിക്കുക. അങ്ങനെ വരുന്ന ആ ഇന്ദ്രിയ ബീജത്തെ യജ്മഉല്ലാഹു തആല ഫീ മഹല്ലിൽ വിലാദത്തി മിനർ റഹ്മി ഫീ ഹാദിഹിൽ മുദ്ദ ഈ 40 ദിവസത്തിൽ ഗർഭപാത്രത്തിൽ പ്രസവിക്കാൻ പറ്റുന്ന ഒരു ഫാക്ടറി ഉണ്ട്. അവിടെ പ്രസവങ്ങളൊക്കെ റെഡിയാക്കി നിൽക്കാൻ പറ്റുന്ന ഗർഭപാത്രത്തിൽ ഒരു സ്ഥാനം അവിടത്തേക്ക് ഇതിനെ ഒരുമിച്ച് കൂട്ടി അള്ളാഹ് വെക്കും. ഇനി ദലീലു ഇതിന്റെ ലക്ഷ്യം 40 ദിവസം നിൽക്കുന്ന രീതി പറയണ്ടേ. അത് അന്നഹു ജാഅ ബി ബഅദി തുർക്കി ഹാദൽ ഹദീസ് അൻ ഇബ്നു മസ്ഊദ് ഇബ്നു മസ്ഊദ് തങ്ങളെ തൊട്ട് ഇതേ ഹദീസ് പല തുർക്കുകളിലായിട്ട് വന്നിട്ടുണ്ട്. കമാ അഖ്റജു ഇബ്നു അബി ഹാത്തം വഗൈറുഹു അവരും അല്ലാത്തവരൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ തഫ്സീറു ദാലിക്കൽ ജം എന്നിട്ട് ആ ഹദീസ് പറയട്ടെ അതിന്റെ ആ ജമ്മ് ചെയ്യുന്ന വിശദീകരണം ബി അന്നൻ നുതുഫത്ത ഇദാ വഖഅത് ഫിർ റഹമി മാതാവിന്റെ ഗർഭപാത്രത്തിലേക്ക് ആ മനി നുതുഫത്ത് സംഭവിച്ചാൽ ഫഅറാദല്ലാഹു തആല അൻ യഖ്ലുക മിന്നാ ബശറൻ ആ ഇന്ദ്രിയ ബീജത്തിൽ നിന്ന് ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ അള്ളാഹ് ഉദ്ദേശിക്കുകയും ചെയ്താൽ ത്വാറത്ത് ഈ ബശറത്തിൽ മർഅത്തി പെണ്ണിന്റെ ത്വലിയിലൂടെ ഈ മനിയാകെ സഞ്ചരിക്കും, പറന്നു കളിക്കും. താഴത്തെ കുല്ലി ലുഫിരിൻ വ ഷഅരിൻ അവിടെ മുടി അവിടെ നഖം ആ ഭാഗത്തൊക്കെ എത്തും, ആകെ പോകും. എന്നിട്ട് സുമ്മ തംകുസു 40 ലൈലത്തൻ ഒരു 40 ദിവസം അതവിടെ താമസിക്കും. സുമ്മ തസ്യീറു ദമം ഫിർ റഹമി പിന്നെ ഗർഭപാത്രത്തിൽ ആ ഇന്ദ്രിയം 40 ദിവസം കഴിഞ്ഞാൽ പിന്നെ അതെന്താവും രക്തക്കട്ടയായിട്ട് മാറും. വദാലിക ജംഉഹ അതാണ് അതിനെ ഒരുമിച്ച് കൂട്ടുക എന്ന് പറഞ്ഞത്. വദാലിക അത് വഖദ് കൗനിയ അലഖത്തൻ ആ ഒരുമിച്ച് കൂട്ടുന്ന ഘട്ടം പിന്നെ രക്തക്കട്ടയാവുന്ന സമയമാവുന്നു. ഇങ്ങനെ വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. ആ വിശദീകരണ അടിസ്ഥാനത്തിലാണ് നമ്മൾ മുമ്പ് പറഞ്ഞത്. ഈ നോക്കൂ തഫ്സീറുൽ ജംഇ ജംഇനെ വിശദീകരിച്ചുകൊണ്ട് ഹദീസിൽ കാണാം ബി മഅനൻ ആഖറ വേറൊരർത്ഥപ്രകാരം. ആരുടെ അടുക്കൽ? ഇന്ദ തുബ്റാനി വബിനി മുന്തഹിൻ ബി സനദിൻ അലാ ശർത്തി തുർമദി വന്നസായി. ഇമാം തുർമദി ഇമാം നസായി റളിയല്ലാഹു അൻഹുമാ ഇവർ രണ്ടരുടെ നിബന്ധന പ്രകാരം സനദ് ഉണ്ട് നല്ല രൂപത്തിൽ തന്നെ തുബ്റാനിയും ഇബ്നു മുന്തഹും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ നിശ്ചയ നബി തങ്ങൾ പറഞ്ഞു ഇന്നല്ലാഹ തആല അല്ലാഹു തആല ഇദാ അറാദ ഖൽഖ അബ്ദിൻ ഒരു അടിമയെ സൃഷ്ടിക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചാൽ ഫജാമഅ അർ-റജുൽ മർഅ ഭർത്താവ് ഒരു പെണ്ണ് ഒരു ഭർത്താവ് പുരുഷൻ തന്റെ മണവാട്ടിയുമായി ബന്ധപ്പെടുകയും ചെയ്താൽ താറ മാഉ ഫീ കുല്ലി അറഖിൻ വഉദുൻ മിൻഹാ എന്നാ പിന്നെ അവനിൽ നിന്ന് അവിടെ ഗർഭപാത്രത്തിലേക്ക് നിർഗളിച്ചതായിരിക്കുന്ന ഇന്ദ്രിയ ബീജം ആ വെള്ളം സർവ നരമ്പുകളിലും അവിടെ അവയവങ്ങളിൽ സഞ്ചരിക്കും. ഫൈദാക്കാന യൗമസാബിഇ അങ്ങനെ 7ാമത്തെ ദിനമായി കഴിഞ്ഞാൽ ജമഅഹുല്ലാഹു തആല അല്ലാഹു തആല ആ മനിയെ ഒരുമിച്ച് കൂട്ടും. സുമ്മ അഹ്ദറഹു പിന്നീട് അതിനെ ഹാദറാക്കും, സന്നിഹിതമാക്കും. കുല്ല അറത്തിൻ ലഹു ദൂന ആദമ ആദം നബി അലൈഹിസ്സലാം കഴിച്ച് ബാക്കി ആര് നോക്കിയാലും അവരെല്ലാവരുടെയും
എല്ലാ നരമ്പുകളും എന്താണ് ആ പറയുന്നത് ഹാജറായി നിൽക്കും. ആ രൂപത്തിലാണ് പടക്കുന്നത്. സുമ്മ ഖറഅ, എന്നിട്ട് നബിതങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഓതി, ഫി അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക, ഏത് രൂപത്തിലാണോ അല്ലാഹു ഉദ്ദേശിച്ച ആ രൂപത്തിൽ സൃഷ്ടിച്ചു കൊണ്ടുവരും എന്നർത്ഥം. വയുഷ്ഹദു ലിഹാദൽ മഅന, ഈ മഅനക്ക് തെളിവാക്കപ്പെടാൻ പറ്റും ഖൗലു സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങളുടെ വാക്ക്, ലിമൻ ഖാല ലഹു, നബി തങ്ങളോട് ഒരാൾ വന്ന് പറഞ്ഞു. അയാളോട് നബി പറഞ്ഞ വാക്കുണ്ട്. എന്താ നബിയോട് വന്ന് പറഞ്ഞത്? വലദത്തു ഇംറഅതി ഉലാമൻ അസ്വദ, ഒരു കറുത്ത കുട്ടിയെയാണ് എന്റെ ഭാര്യ പ്രസവിച്ചത് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോ നബി തങ്ങൾ അയാളോട് പറഞ്ഞ വാക്കെന്താ? ലഅല്ലഹു നദഉ ഇർഖുൻ, അതിനെ ഞരമ്പ് അതിനെ ഊരിയെടുത്തതായിരിക്കാം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തായി? എല്ലാ ഞരമ്പിലൂടെയും സഞ്ചരിച്ചുകൊണ്ട് മനിക്ക് പോയി അങ്ങനെ വന്നതാവാ എന്നായി. പിന്നെ സുമ്മ അഖിബ ആദിൽ അർബഈന, പിന്നെ ഈ 40 കഴിഞ്ഞാൽ ഉടനെ യകൂനു ഫീ ദാലിക്കൽ മഹല്ലില്ലദി ഇജ്തമഅത് ഫീഹി നുതുഫതു, ഇന്ദ്രബീജം ഒരുമിച്ചുകൂടെ അതേ പോസ്റ്റിൽ തന്നെ 40 ദിവസം കഴിഞ്ഞ ഉടനെ ഈ മനിയാവും. അലക്കത്തൻ, അത് രക്തക്കട്ടയായിട്ട് മാറും. വഹിയ അലക്കത്തൻ എന്ന് പറഞ്ഞാൽ ഖിത്അത്തു ദമിൻ ലൈൻ തൈബസ്, ഉണങ്ങാതെ വറ്റാതെയുള്ള നനവുള്ള ഒരു രക്തക്കട്ട എന്നതിനർത്ഥം. മിസ്ലദാലിക, അതേ പ്രകാരം എന്ന് പറഞ്ഞ അസ്സമനില്ലദി ഹുവ 40 യൗമൻ, അതേ ഘട്ടം, അതേ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 40 ദിവസം. സുമ്മ അഖിബൽ 40 സാനിയത്തി, രണ്ടാമത്തെ 40 കഴിഞ്ഞ ഉടനെ യകൂനു ഫീ ദാലിക്കൽ മഹല്ലി, അതേ സ്ഥാനത്ത് വെച്ചുകൊണ്ട് തന്നെ ആ ഇന്ദ്രിയമാകുന്നത് മുദഅത്തൻ, രക്തക്കട്ടയും വിട്ടുപോ മാംസപിണ്ഡമായി മാറും. മുദഅത്തൻ എന്ന് പറഞ്ഞാൽ ഖിത്അത്തു ലഹ്മിൻ ഖദറ മാ യുംനഉ, ചമച്ചരക്കാൻ പറ്റുന്ന രീതിയുടെ കണക്കിലെത്തിയതായ എളിമയുള്ള ഒരു മാംസ കഷ്ണം എന്നർത്ഥം. മിസ്ലദാലിക എന്ന് പറഞ്ഞാൽ അസ്സമനി, അതേ ഘട്ടത്തിൽ തന്നെ. 40 സുമ്മ ബഅദൽ 40 സാലിസത്തി, അങ്ങനെ മൂന്നാമത്തെ 40 കഴിഞ്ഞ ശേഷം യുർസില്ലാഹുൽ മലക്ക, അല്ലാഹു തആല മലക്കിനെ അയക്കുകയാണ്. അയൽ മുഅക്കല ബിർ റഹമി, ഗർഭപാത്രം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുണ്ട്, ആ മലക്കിനെ അല്ലാഹു വിടും. കമാ യഅതി, ശേഷം വരുന്നത് പോലെ. പിന്നെ വല്ലാഹു സുമ്മ ഹുന, ഇവിടത്തിൽ സുമ്മ പറഞ്ഞല്ലോ, ആ സുമ്മ മനസ്സിലാക്കി തരുന്ന നായറാണ് എന്താ? അന്ന ഇർസാലോ, നിശ്ചയമായിട്ട് ഈ മലക്കിനെ അയക്കുന്നത് ഇന്നമാ യകൂനു ബഅദൽ 40 സാലിസത്തി, മൂന്നാമത്തെ 40 കഴിഞ്ഞ ശേഷം ആണ് എന്നതാണ്. ലാക്കിന്നെങ്കിലും ഈ റിവായത്തിൻ സ്വഹീഹി, സ്വഹീഹിലുള്ളവർ റിപ്പോർട്ടിൽ കാണാം യദ്ഖുലുൽ മലക്കു അല നുതുഫത്തിൽ കാണുന്നുണ്ട്. ഇന്ദ്രബീജമാകുമ്പോ തന്നെ അതിന്റെ മേലിൽ തന്നെ മലക്ക് വരുന്ന കിടക്കുന്ന. ബഅദമ തസ്തഖിറു ബിർറഹ്മി 40, ഗർഭപാത്രത്തിൽ 40 ദിവസം കൊണ്ട് ഉറച്ചു നിൽക്കുമല്ലോ, അങ്ങനെ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ തന്നെ അപ്പോൾ തന്നെ മലക്ക് വരുന്നുണ്ട്, പ്രവേശിക്കുന്നുണ്ട് എന്നതാണ് സഹീഹ റിപ്പോർട്ടിൽ കാണുന്നത്. ഒബിയുഹറ, വേറെ റിപ്പോർട്ടിൽ കാണുന്നത് ഔ ഹംസൻ 40 ലൈലാണ്, 45 രാവും കാണുന്നുണ്ട്. അപ്പൊ യഖൂൽ, ആവട്ടെ അഭിപ്രായം അതിലുണ്ട്. അങ്ങനെ വന്നിട്ട് ആ മലക്ക് വന്നിട്ട് പറയും, യാ റബ്ബി, എന്റെ റബ്ബേ, അസഖിയുൻ അം സഈദുൻ, ഇയാൾ പരാജിതനാണോ വിജയിയാണോ എന്ന്. ഇങ്ങനുണ്ട്. ഒബിയുഹറ, വേറെ റിപ്പോർട്ടിൽ കാണാം ഇദാ മർറ ബിൻ നുതുബത്തി സിന്താനി 40 ലൈല, 42 രാത്രി കഴിയണം ഇന്ദ്രബീജം കൊണ്ട് കഴിഞ്ഞാൽ. ബഅസല്ലാഹു ഇലൈഹ മലക്കൻ, അപ്പൊ അഭിപ്രായം കണ്ട സമയത്തിൽ ആ ഗർഭപാത്രത്തിലേക്ക് അല്ലാഹു തആല മലക്കിനെ അയക്കുകയാണ്, അല്ലെങ്കിൽ ആ നുതുബത്തിലേക്ക്. ഫസവ്വറ, എന്നിട്ട് ആ നുതുബത്തെ രൂപാന്തരപ്പെടുത്തുന്നു. വ ഖലഖ സംഅഹ, അതിന്റെ കേൾവിയെ സൃഷ്ടിക്കുന്നു. വ ബസറഹ, അതിന്റെ കാഴ്ച. വ ജിൽദഹ, അതിന്റെ തോൽ. ഇങ്ങനെ റിപ്പോർട്ടുണ്ട്. ഒബിയുഖറാനി മുസ്ലിമിൻ, മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ട് കാണാം ഇങ്ങനെ, ഇന്നൻ നുതുബത തഖൗ ബിർ റഹ്മി 40 ലൈല, 40 ദിവസം ഗർഭപാത്രത്തിൽ ഇന്ദ്രബീജം സംഭവിക്കും. സുമ്മ യതസവ്വറു അലൈഹൽ മലക്കു, പിന്നീട് അതിന്റെ മേൽ മലക്ക് വരികയും ചെയ്യും എന്ന് കാണാം. ഇങ്ങനെ നിരന്തരം റിപ്പോർട്ടുകളുണ്ട്. ബാക്കി ഇൻഷാ അല്ലാഹ് പിന്നീട് തുടരും. തൽക്കാലം അവിടെ നിർത്തട്ടെ.